പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ ഉപവാസ ധർണ AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി G. രവീന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീ KM A. റഹ്മാൻ, P. കോയക്കുട്ടി മാസ്റ്റർ, R. പ്രസന്നകുമാരി ടീച്ചർ, C. ഗീതമ്മ ടീച്ചർ തുടങ്ങിയവർ പ്രസംഗിച്ചു. P. മൊയ്തീൻ മാസ്റ്റർ സമാപന പ്രസംഗം നടത്തി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ ഉപവാസ ധർണ AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി G. രവീന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീ KM A. റഹ്മാൻ, P. കോയക്കുട്ടി മാസ്റ്റർ, R. പ്രസന്നകുമാരി ടീച്ചർ, C. ഗീതമ്മ ടീച്ചർ തുടങ്ങിയവർ പ്രസംഗിച്ചു. P. മൊയ്തീൻ മാസ്റ്റർ സമാപന പ്രസംഗം നടത്തി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഉപവാസയജ്ഞം സംഘടിപ്പിച്ച KRTC മലപ്പുറം ജില്ലാ കമ്മിറ്റിയെ അഭിനന്ദിക്കുവാനും ആ പരിപാടിയിൽ ആദ്യവസാനം പങ്കെടുത്ത പ്രിയപ്പെട്ട നേതാക്കളെ അനുമോദിക്കുവാനുമാണ് ഈ സന്ദർഭം വിനിയോഗിക്കുന്നത്. ജനുവരി 20 മലപ്പുറം ജില്ലാ കളക്ട്രേറ്റ് പടിക്കൽ രാവിലെ 9 മണിക്ക് ആരംഭിച്ച ഉപവാസ പരിപാടി വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് അവസാനിച്ചത്. KRTCയുടെ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ ശ്രീ P. കോയക്കുട്ടി മാസ്റ്റർ, മലപ്പുറം ജില്ലാ പ്രസിഡൻറ്റും സ്റ്റേറ്റ് സീനിയർ വൈസ് പ്രസിഡൻറ്റുമായ ശ്രീ KM A. റഹ്മാൻ, സംസ്ഥാന വനിതാ ഫോറത്തിൻ്റെ ചെയർപേഴ്സൺ ശ്രീമതി KR. പ്രസന്നകുമാരി, സംസ്ഥാന വനിതാ ഫോറത്തിൻ്റെ ജനറൽ കൺവീനർ ശ്രീമതി ഗീത ടീച്ചർ പാലക്കാട്, സംസ്ഥാന സെക്രട്ടറി ശ്രീ അലവിക്കുട്ടി കാട്ടുങ്ങൽ, മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്രീമതി K. ഉമാവതി ടീച്ചർ, KRTCയുടെ സീനിയർ ഉപരക്ഷാധികാരി ശ്രീ P. നാരായണൻ മാസ്റ്റർ, ശ്രീ KP. അബൂബക്കർ, മുൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ശങ്കരനാരായണൻ, PC. ഇബ്രാഹിംകുട്ടി, N. രായൻകുട്ടി, KRTC കലാവിഭാഗം കൺവീനർ ശ്രീ PA. തോമസ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ KV. അസീസ് മങ്കട, ശ്രീ മുഹമ്മദ്, ശ്രീമതിമാർ ശ്രീദേവി ടീച്ചർ, അതുപോലെ രുക്മിണി ടീച്ചർ തുടങ്ങിയവരാണ് ആദ്യവസാനം ഉപവാസ യജ്ഞത്തിൽ പങ്കെടുത്തത്. അന്നേ ദിവസം തന്നെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ജനപ്രതിനിധികളും പങ്കെടുത്ത കൂട്ടപ്രകടനവും ധർണയും ദളിത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണ എന്നിവയെല്ലാം മലപ്പുറം കളക്ട്രേറ്റ് പടിക്കൽ നടക്കുകയായിരുന്നു. ഈ പരിപാടികളിലൊക്കെ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയതുമായ പരിപാടി KRTCയുടെ ഉപവാസ യജ്ഞം തന്നെ ആയിരുന്നു എന്നുള്ളത് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. KRTCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് എൻ്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച പരിപാടി മലപ്പുറത്തിൻ്റെ പ്രിയങ്കരനായ MLA, മുൻ മന്ത്രി കൂടിയായ ശ്രീ AP അനിൽകുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചത് KRTCയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ KM A. റഹ്മാൻ ആയിരുന്നു. മലപ്പുറം ജില്ലയുടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട MLA ആയ ശ്രീ ഉബൈദ്, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VV പ്രകാശ്, DCC ജനറൽ സെക്രട്ടറിമാരായ ശ്രീ C. സുകുമാരൻ, C. രാജൻ, ശ്രീ PA. മജീദ്, അതുപോലെ കോൺഗ്രസിൻ്റെ തന്നെ മറ്റ് നേതാക്കൾ, പ്രവാസി കോൺഗ്രസിൻ്റെ കുഞ്ഞാവ ഹാജി, മലപ്പുറം ജില്ലാ UDF ചെയർമാൻ ശ്രീ മുത്തുക്കോയ തങ്ങൾ തുടങ്ങിയ അനേകം നേതാക്കൾ ആ ഉപവാസ യജ്ഞത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. മറ്റൊരു കാര്യം എനിക്ക് ഒരു പ്രത്യേകതയായി തോന്നിയത്, നമ്മുടെ
വനിതാ വിഭാഗം മഹിളാ കോൺഗ്രസിൻ്റെ സെക്രട്ടറി കൂടിയായ ശ്രീമതി പ്രസന്നകുമാരി ടീച്ചർ KRTCയുടെ വനിതാ വിഭാഗത്തിൻ്റെ ചെയർപേഴ്സണാണ്. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ദേശീയ നേതാക്കളുടെ ഒരു നിറസാന്നിധ്യം അവിടെ ഉണ്ടായി. തീർച്ചയായിട്ടും അതൊരു പ്രത്യേകതയായി എനിക്ക് തോന്നുകയുണ്ടായി. AICC മെമ്പറും മഹിളാ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ഫാത്തിമ റോഷ്ന, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി സുഭാഷിണി, സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീമതി ഫാത്തിമ BV, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീമതി BV ഉഷ നായർ, INTUC മഹിളാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് ഗീത അങ്ങാടിപ്പുറം എന്നിങ്ങനെ അനേകം മഹിളാ നേതാക്കൾ ആ യോഗത്തിൽ പങ്കെടുത്തു എന്നത് തീർച്ചയായും ഒരു പ്രത്യേകതയായിട്ട് ഇവിടെ നാം പറയേണ്ടതായിട്ടുണ്ട്. കൂടാതെ കോൺഗ്രസ് സേവാദളിൻ്റെ സംസ്ഥാന ട്രഷറർ യൂസഫ് ഷാജി, ഫോർവേഡ് ബ്ലോക്കിൻ്റെ ജില്ലാ സെക്രട്ടറി അസീസ്, വിവിധ സർവീസ് സംഘടനയുടെ മറ്റു നേതാക്കൾ, മറ്റ് സംഘടനയുടെയും സാംസ്കാരിക രംഗത്തെയും ഒത്തിരി ആളുകൾ ഒക്കെ തന്നെ ഈ പരിപാടിക്ക് ഉപവാസ യജ്ഞത്തിന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. KRTCയുടെ കലാവിഭാഗം കൺവീനർ കൂടിയായ ശ്രീ PA തോമസ് വരച്ച ഒരു ഗാന്ധി ചിത്രം, ജീവസുറ്റ ഒരു ചിത്രം ഉപവാസ പന്തലിൽ പ്രദർശിപ്പിച്ചിരുന്നു. ആ ചിത്രം വരച്ച ശ്രീ PA തോമസ് മാഷിനെ ജനറൽ സെക്രട്ടറി പൊന്നാട അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. നമ്മുടെ വനിതാ വിഭാഗത്തിൻ്റെ സംസ്ഥാന ജനറൽ കൺവീനർ പാലക്കാട് ശ്രീമതി ഗീത ടീച്ചർ ആ ചിത്രത്തിന് മുമ്പിൽ ഗാന്ധിജിയെക്കുറിച്ച് മനോഹരമായ ഒരു ഗാനം ആലപിക്കുകയുണ്ടായി. ഏകനായി നടന്നു നീ എന്ന ഗാനം വാസ്തവത്തിൽ അത്യന്തം ഹൃദയാവർജകമായ ഒരു ഗാനമായിരുന്നു അത്. അതും ആ സമ്മേളനത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് ഞാനിവിടെ എടുത്തു പറയേണ്ട കാര്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. വൈകുന്നേരം 5 മണി വരെ തുടർന്ന സമ്മേളനത്തിൽ വിവിധ നേതാക്കൾ പങ്കെടുത്തിരുന്നു. KRTCയുടെ സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ ശ്രീ P കോയക്കുട്ടി മാസ്റ്ററുടെ അധ്യക്ഷതയിലാണ് സമാപന യോഗം ചേർന്നത്. ആ സമാപന യോഗം KRTCയുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ P മൊയ്തീൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം സെൻറ്റ് ജോസഫ്സ് ചർച്ച് വികാരി ഫാദർ KS ജോസഫ് വന്ന് മനോഹരമായ ഒരു പ്രസംഗം നടത്തുകയും തുടർന്ന് ഉപവാസത്തിൽ പങ്കെടുത്ത എല്ലാ നേതാക്കൾക്കും നാരങ്ങാരി നീര് നൽകി ആ പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്തു. KRTCയുടെ വളർച്ചയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറിയ ഈ മലപ്പുറം പരിപാടി പിറ്റേ ദിവസം എല്ലാ മാധ്യമങ്ങളും വൻപിച്ച പ്രാധാന്യത്തോടെ തന്നെ അത് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതും ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. ഏതായാലും ഈ പരിപാടി നടത്താൻ ആദ്യമായി തന്നെ ഇങ്ങനെ ഒരു ഉപവാസ പരിപാടി KRTCയുടെ പേരിൽ നടത്താൻ മുന്നോട്ട് വന്ന മലപ്പുറം ജില്ലാ കമ്മിറ്റിയെയും അതിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട നേതാക്കളെയും സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് മറ്റ് പ്രദേശങ്ങളിൽ ഉള്ള നമ്മുടെ വിവിധ ഘടകങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു മാർഗദർശകമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി.